ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് നമ്മൾ എത്തിച്ചേരുന്നത് കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിലെ മുത്തപ്പൻ മടപ്പുരയിലേക്കാണ് കേട്ടോ. രാവിലെ ഒരു 9:30 ആകുമ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടത്. ഉച്ചയ്ക്ക് ഒരു 1-1:30 ആകുമ്പോൾ ഞങ്ങൾ പറശ്ശിനിക്കടവിലെത്തി. രാത്രി 7 മണിക്കാണ് കേട്ടോ മുത്തപ്പൻ്റെ വെള്ളാട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിനുള്ള വരിയാണ് ഇട്ടത്. അത്യാവശ്യം തെറ്റില്ലാത്ത തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി നടന്ന് കുറേ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടോ. അവിടെയുള്ള ഏകദേശം കടകളിലൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങി കേട്ടോ. ഒരു വൈബ്. പിന്നെ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ റൂമിലേക്ക് പോയി. നേരെ വെളുത്തപ്പോൾ നല്ല മഴയായിരുന്നു. മഴ ഒന്ന് കുറഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി നടന്നു കേട്ടോ. കുറച്ച് അങ്ങോട്ട് നടന്നാൽ അമ്പലത്തിലെത്തി. പക്ഷേ പോകുന്നതിനിടയിൽ മഴ പിന്നെ ശക്തി കൂടി. പിന്നെ ഞങ്ങൾ 3 ആളും അങ്ങോട്ട് പോയി. അവരവിടെ നിന്നും ചെയ്തു കേട്ടോ. നല്ല മഴയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നല്ല വൈബായിരുന്നു പുഴയുടെ അടുത്ത് നിന്ന് മഴ ആസ്വദിക്കാൻ. ഈ സമയമൊന്നും വലിയ തിരക്കില്ല. പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. ഹോളിഡേയും കൂടെ ആയതുകൊണ്ട്, സൺഡേ ഹോളിഡേ ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ പിന്നെ അവർ 3 പേരും കൂടെ എത്തിയതിന് ശേഷം ഞങ്ങൾ ഉള്ളിൽ കയറി തൊഴുതു. അത് കഴിഞ്ഞ് ഞങ്ങൾ ബോട്ടിൽ കയറാമെന്ന് വെച്ച് പോയിട്ടോ. ബോട്ടിൽ ഒരാൾക്ക് 40 രൂപയാണ് കേട്ടോ സർക്കാരിൻ്റെ. പ്രൈവറ്റിൽ അത് 50 രൂപയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ബോട്ടിൽ കയറാൻ വലിയ താല്പര്യമില്ലായിരുന്നു കേട്ടോ. അതിൽ കയറി എങ്ങനെ ഇരിക്കുകയല്ലേ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ കയറിയപ്പം എല്ലാവരും അവിടെ ഇരുന്ന് കാഴ്ചകൾ കാണാൻ തുടങ്ങി. പിന്നെ കുറച്ചങ്ങോട്ട് പോയപ്പോൾ എല്ലാവരും മുന്നിലേക്കായിരുന്നു കേട്ടോ. മുന്നിൽ പോയി നിൽക്കുകയായിരുന്നു.
അരമണിക്കൂർ യാത്രയ്ക്കാണ് കേട്ടോ 40 രൂപ. എന്തായാലും നല്ല യാത്രയായിരുന്നു, നല്ല അനുഭവമായിരുന്നു കേട്ടോ അത്. പറശ്ശിനിക്കടവ് ആരെങ്കിലും പോവുകയാണെങ്കിൽ എന്തായാലും ബോട്ടിലൊന്ന് കയറി എൻജോയ് ചെയ്യണം കേട്ടോ. അവർ നേരെ അമ്പലത്തിൻ്റെ മുമ്പിൽ പോയിട്ട് അവിടെ കുറച്ച് നേരം നിർത്തും കേട്ടോ. എന്നിട്ട് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ വേണമെങ്കിൽ എടുക്കാം അവിടെ നിന്ന് കേട്ടോ. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് ചായ കുടിക്കാനാണ് കേട്ടോ. പക്ഷെ ആ സമയമായപ്പോഴത്തേക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ. പിന്നെ ചായക്ക് കുടിച്ച് ഒരുവിധം ഞങ്ങൾ രക്ഷപ്പെട്ട് പുറത്തെത്തി. എൻ്റെ പൊന്നോ, അമ്മാതിരി തിരക്കായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അവിടെയൊക്കെ കറങ്ങി നടന്ന് അല്ലറ ചില്ലറ പർച്ചേസിങ്ങൊക്കെ നടത്തി ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഏകദേശം ഒരു 9 മണിയാകുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പോകുന്ന വഴി കണ്ണൂർ ഫോർട്ടിലും മുഴുപ്പിലങ്ങാടി ബീച്ചിലും ഒക്കെ ഒന്ന് പോകാനാണ് ഞങ്ങളെ പ്ലാൻ. പറശ്ശിനിക്കടവ് ആരെങ്കിലും പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഹോളിഡേയ്സിൽ പോവാതിരിക്കുക. കാരണം നല്ല തിരക്കായിരിക്കും നമുക്കവിടെ. 9 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്ത് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.